മാഷാ അല്ലാഹ് അത് എപ്പോഴും ഉണ്ടാവട്ടെ എനിക്ക്. സാധിച്ചു, ഇനി ഒരു കുഴപ്പമില്ല, സന്തോഷം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പവിയുടെ ഫ്രണ്ടാണ്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫ്രണ്ടാണ്. പിന്നെ മിൻഹാജ്. അപ്പോൾ നമ്മളെല്ലാവരും അവരുടെ ഒരു ഇതിലാണ് ഞാൻ ഇന്ന് ഇവിടെ വരാൻ പറ്റിയത്. ഇനി അങ്ങോട്ട് മൊഞ്ചത്തേറ്റ് പോകുമ്പോൾ ചുരിദാറൊക്കെ ഇവിടുന്ന് വേണ്ടി വരുമോനെ. എന്തായാലും ഇവിടെ വന്നപ്പോൾ വേറെ പുറത്തുള്ള ഒരാളെ പോലെ സംസാരിക്കേണ്ട ആവശ്യമില്ല, പുറത്തല്ല. ഞാൻ എപ്പോഴും വരുന്ന SM സ്ട്രീറ്റ് ആണ്, കോയമ്പത്തൂർ സാറാണ്. ഇവിടെയുള്ള എല്ലാ ഒരുവിധം കടയിലുള്ള ആൾക്കാരൊക്കെ കുറെ പേരൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇവിടെ കണ്ടു, വളരെ സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങളെ അടുത്ത സിനിമ ഏതാണ്? അപ്പൊ ഞാൻ അഭിനയിച്ച ഇപ്പൊ അടുത്ത കണ്ട സിനിമ ഏതാണ്? അപ്പൊ പറയാം ഞാൻ നാടകക്കാരനാണ്. ആ അത് കേട്ടപ്പോ മനസ്സിലായി, വലിയ നാടകം നടത്തിയത്, അഭിനയം ഭയങ്കര മികച്ച അഭിനയം. പിന്നെ അവിടുന്ന് 2-3 ആൾക്കാർ എന്നെ ഗുണ്ടായിസം നടത്തിയിട്ടുണ്ട്. അവിടെ അമ്മായി പ്രത്യേകം എന്നെ ഇടിച്ചു നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകം മഷറേ നീ കാണേണ്ടതുണ്ടാകും. അപ്പോ കുറ്റിച്ചിറയിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ഒരു പാത്തു എന്ന കഥാപാത്രത്തിനോടുള്ള ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, സത്യല്ലേ? അങ്ങനെ നമ്മളെ ഒരാൾക്കാരെ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെ നേരിട്ടൊരു വർത്താനം പറയാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്കുള്ള ഒരു കലാകാരിയാവാൻ ഒരുപാട് വർഷത്തെ എൻ്റെ ഒരു യാത്രയായിരുന്നു. ഇപ്പൊ നിങ്ങള് ARM-ഉം അതുപോലെ തന്നെ റൈഫിൾ ക്ലബും കുറച്ച് സിനിമകളൊക്കെ വരുന്നുണ്ട്. എല്ലാവരെ പോലെ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക്, സീരിയലിൽ നിന്ന് സിനിമയിലേക്ക്, അങ്ങനെയുള്ള ഒരു യാത്രയാണ്. അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ എപ്പോഴും അത് നമ്മളെ സുരഭിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനകളൊക്കെ എന്നും ഉണ്ടാവണം.